Hello all, welcome back to my YouTube channel. This is Therese Matthew. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എങ്ങനെ ഫിസിക്സ് നിങ്ങൾക്ക് പഠിച്ച ഒരു 160+ മാർക്ക് നമ്മുടെ നീറ്റ് 2026 സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാമോ, നീറ്റ് 2021 ഞാൻ എഴുതിയ ടൈമിൽ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് 37 ആയിരുന്നു, അതായത് 180-ൽ 37. ആൻഡ് 2020-ൽ ഞാൻ എഴുതിയപ്പോഴത്തേക്കും എൻ്റെ മാർക്ക് 37-ൽ നിന്നും 150+ ആയിരുന്നു. എങ്ങനെയാണ് എൻ്റെ നീറ്റിൻ്റെ മാർക്ക്, ഫിസിക്സിലുള്ള മാർക്ക് കൂട്ടിയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നീറ്റിന് 45 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ന്യൂമറിക്കൽ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു 10 to 12. ആൻഡ് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പം ന്യൂമറിക്കൽസ് കുറച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നീറ്റിന് യൂഷ്വലി ഫിസിക്സ് ചോദിക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ ഫിസിക്സ് നമ്മൾ നീറ്റിൽ നല്ല സ്കോർ ഒരു 150+ അല്ലെങ്കിൽ 160+ ചെയ്യണമെങ്കിൽ നീറ്റിന് ഫിസിക്സിന് നമുക്ക് വേണ്ടത് കാൽക്കുലേഷൻ, സ്പീഡ്, അതുപോലെ തന്നെ കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്സിന് നമുക്കൊരു 150+ സ്കോർ നീറ്റിന് നേടാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് NCERT ഈസ് ദ ബാക്ക് ബോൺ. നമ്മളെല്ലാവരും ബയോളജിക്കും കെമിസ്ട്രിക്കും NCERT വായിക്കുന്നവരായിരിക്കും, പക്ഷേ ഫിസിക്സിനെ NCERT കൂടുതൽ പേരും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ NCERT ഫിസിക്സിൽ ഒരു 1 ടൈം എങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക. NCERT ഫിസിക്സിന് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു 3 to 4 ആയിട്ടുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും എവിടെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫോർമുല എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വെറുതെ നമ്മളൊരു ഫോർമുല മെമ്മറൈസ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതിന് NCERT നമ്മൾ വായിച്ചിരിക്കണം. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ നീറ്റിന് അവർ ചിലപ്പം ലൈൻസൊക്കെ തിരിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ NCERT ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കണം. അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് വായിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും ഓരോ ചാപ്റ്ററും വായിച്ചിരുന്നാൽ അത് വളരെ നല്ലതാണ്. NCERT സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഫോർമുല ബുക്ക് നമുക്ക് വേണം ഫിസിക്സിന്. കാരണം ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എല്ലാ ചാപ്റ്ററും NCERT വായിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊഡ്യൂൾസ് ഒന്നും നമുക്ക് വായിക്കാൻ ടൈം കിട്ടത്തില്ല. സോ ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കൂടെ വെച്ചിട്ട് നമ്മളൊരു ഫോർമുല ബുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ഇൻ ലെയേഴ്സ്. അതായത് നമ്മൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി ഹാർഡായിട്ടുള്ള ലെസൺസിലേക്ക് പോകുക. ലൈക്ക് ആദ്യം നമ്മൾ NCERTയിലുള്ള ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഒരു ലെവൽ കൂട്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ സെയിം ചാപ്റ്ററിൻ്റെ, അതായത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. ആൻഡ് തേർഡ് ലെവലിൽ നമ്മൾ DC പാണ്ഡെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്, ഞാൻ ബ്രില്യൻ്റിലായിരുന്നു പഠിച്ചത്. സോ ബ്രില്യൻറ്റിൻ്റെ മൊഡ്യൂൾസാണ് ഞാൻ ചെയ്തിരുന്നത്. അതിൽ തന്നെ ഹാർഡ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കൂടുതൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ 3 ലെവലായിട്ട് NCERT, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ്, ആൻഡ് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈഡ് DC പാണ്ഡെ പോലെയുള്ള ബുക്സ് വാങ്ങി അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ആദ്യമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, നിങ്ങൾ ആക്യുറസി നോക്കിയാൽ മതി. ആൻഡ് നിങ്ങൾ എപ്പോഴാണോ കോൺഫിഡൻ്റ് ആവുന്നത് അതിനുശേഷം മാത്രം നിങ്ങൾ ടൈമർ വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓരോ ദിവസം കഴിയും തോറും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒട്ടും വറി ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കിപ്പോൾ ടൈമുണ്ട്. ദെൻ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ചെയ്ത് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആൻഡ് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ
അവിടെ ഏതൊക്കെ പോയിന്റിലാണ് പ്രശ്നം വരുന്നത്, കോൺസെപ്റ്റിലാണോ പ്രശ്നം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിലാണോ പ്രശ്നം, ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് 6th വൺ എന്ന് പറയുന്നത് ഹെൽത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഭക്ഷണം നന്നായിട്ട് തന്നെ കഴിക്കുക, അതും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉറക്കം ഒരിക്കലും ഒരു 6 hours എങ്കിലും മിനിമം ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആൻഡ് അത് നമുക്ക് ബ്രെയിനിലേക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഉറക്കം വിളച്ച് പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്കത് ഉപകാരത്തിൽ നിൽക്കത്തില്ല. സോ ഉറക്കത്തിന് കോംപ്രമൈസ് ചെയ്യരുത്. ദെൻ 6th കാര്യം എന്ന് പറയുന്നത് ഒരു 1 hour റിവിഷൻ പാറ്റേൺ. അതായത് ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യാൻ നോക്കുക. ആൻഡ് വീക്ക്ലി സൺഡേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊരു ഫോർമുല ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിൽ നോട്ടിൽ എഴുതി വെക്കുകയാണെങ്കിൽ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് 7th എന്ന് പറയുന്നത് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ 150+ ആണ് നമ്മുടെ എയിം. സോ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്യുക. പിന്നെ ഹൈ വെയിറ്റേജ് ലൈക്ക് തെർമോഡൈനാമിക്സ്, ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അവിടുന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ്, എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നീറ്റിൻ്റെ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഞാൻ ഫിസിക്സിൽ ഭയങ്കര വീക്കായിരുന്നു. ആൻഡ് ഞാൻ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം ഞാൻ നിങ്ങളോടിപ്പം പറഞ്ഞതുപോലെ എൻ്റെ ആ ഫിസിക്സ് പഠിക്കുന്ന രീതി ഞാൻ മാറ്റിയപ്പോഴാണ് എനിക്ക് 150+ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചത് 180-ക്ക്. സോ നിങ്ങൾക്കും ഈ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തന്നൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ID ഉണ്ട്, അതിലൊന്നെങ്കിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ തരാം, അതിൽ DM ചെയ്താലും മതി. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഇനി കോളേജിൻ്റെ കാര്യത്തിലാണ്, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, കോളേജിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നീറ്റ് പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്നോട് DM ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് നീറ്റ് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.